റഫീഖ് കൈ ഉയർത്തുന്നു. റഫീഖ്, എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്? കെ ഗോവിന്ദ പറയുന്നതിലെ ഒരു പോയിന്റ്, ഈ കത്ത് കുറച്ചുനാൾ മുമ്പ് എഴുതിയതാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ അത് ആത്മഹത്യാ കുറിപ്പായി പരിഗണിക്കപ്പെടില്ല എന്നതാണ് കെ ഗോപിനാഥിന്റെ ഒരു ലീഗലായിട്ടുള്ള ആർഗ്യുമെന്റ്. റഫീഖ്, എന്ത് ആർഗ്യുമെൻ്റാണ് ഇവർ പറയുന്നത്? ഇത് ഈ കള്ളത്തരം മൂടി വെക്കാൻ വേണ്ടി എന്തും പറയാമെന്ന രൂപത്തിലേക്ക് ഇവർ മാറുകയാണല്ലോ. നിങ്ങൾ നോക്ക്, സ്വയം അപഹാസ്യരാവുകയാണ് അവർ. ഇവിടെ നോക്കൂ, ഈ കത്തിനടിയിൽ നിങ്ങളുടെ കയ്യിൽ ആ കത്തുണ്ടല്ലോ, ഈ കത്ത് ഇദ്ദേഹം പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് എഴുതി എന്ന് പറയുന്ന കത്തിൽ, ആ കത്തിൽ തന്നെ വളരെ കൃത്യമായി അതിൻ്റെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്. നേരത്തെ പിന്നെ പത്മജ എന്ന് പറയുന്ന അവർ പറഞ്ഞതുപോലെ തന്നെ ആ കത്തിൽ കൃത്യമായി പറയുകയാണ്, ഈ കത്ത് പിന്നെ കിട്ടിയതിന് ശേഷം അടിയന്തരമായ നടപടി KPCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ 10 ദിവസത്തിന് ശേഷം നടപടി ഇല്ലെങ്കിൽ ഞാനിത് മാധ്യമങ്ങൾക്കും മറ്റും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ആ കത്തിൽ തന്നെ പറയുന്നു. പണ്ട് എപ്പോഴോ എഴുതിയതാണെങ്കിൽ ആ കത്തിൽ അങ്ങനെ പറയുമോ? 1. 2, മകൻ എഴുതിയ കത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട് എന്നാണല്ലോ ആ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇദ്ദേഹം എന്ന് പറയുന്ന DCCയുടെ ട്രഷററായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരാളല്ലേ, അദ്ദേഹം പറഞ്ഞ വാക്കുകളല്ലേ ഇത്. എന്നിട്ടും ഇപ്പോഴും ആ കുടുംബത്തെയും അവർ പറയുന്നതിനെയും NM വിജയേട്ടൻ കത്തിൽ എഴുതിയതിനെയും ഒക്കെ അതൊക്കെ തെറ്റാണ്. ഈ തട്ടിപ്പ് നടത്തിയ ഗോപിനാഥ് ഉൾപ്പെടെ, അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ, ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഈ ന്യായങ്ങൾ കേട്ട് ജനങ്ങൾ ഗോപിനാഥ് അടക്കമുള്ളവർക്ക് ഈ വിഷയം അറിയാമായിരുന്നു എന്നാണ് NM വിജയൻ കത്തിൽ പറയുന്നത്. അങ്ങനെയല്ലേ റഫീഖ്? അല്ല, ഞാൻ പറയട്ടെ. പറയൂ ഗോപിനാഥ്. അല്ലല്ല, ഞാൻ പറയട്ടെ. ഗോപിനാഥ് ആരോപണ വിധേയനായതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കൂടി ഒന്ന് കേട്ടിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. സമയം ഞാൻ നൽകാം. റഫീഖ്, ഗോപിനാഥ്. ശരി, എന്റെ ചോദ്യം, ആ കത്തില് ഇതേ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ റഫീഖെ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, എന്നാലേ അത് ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. കേൾക്കാം ഗോപിനാഥ്, അങ്ങ് പറഞ്ഞോളൂ. ഇതിനകത്ത് ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം. ഇതിനകത്ത് മോളിൽ പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക ഇടപാടുള്ള പാർട്ടി ചെയ്യണമെന്നാ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. മോളിൽ പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക ഇടപാട് അക്ക വിട്ട് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടൊക്കെ ചെയ്യുന്നത്. ആ സാമ്പത്തിക ഇടപാടൊക്കെ നേരത്തെ ചെയ്തു കഴിഞ്ഞു. പിന്നെന്ത് ചെയ്യാനാ? നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഈ ആർക്കെങ്കിലും പൈസ കൊടുക്കൊണ്ട് അന്വേഷിച്ച് നോക്ക്. ഒരു വെറുതെ ഇരുട്ടുകൊണ്ട് ഒറ്റയടിച്ച് വർത്തമാനം പറഞ്ഞിട്ടില്ല. എത്തിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കരുത്. കാരണം ഇതിൻ്റെ അകത്ത് കത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇടപാടും പാർട്ടി ഇടപാടും നേരത്തെ ചെയ്ത് തീർത്തതാ. റഫീഖ്, എല്ലാ ഇടപാടുകളും പാർട്ടി ചെയ്തു തീർത്തതാണ്. ഞാൻ ഒരു നിമിഷം റഫീഖ് വരുന്നതിന് മുമ്പ് എനിക്ക് പത്മജയിലേക്ക് ഒന്ന് പോകണം. പത്മജ, ഈ പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ സാമ്പത്തിക ബാധ്യതയും പാർട്ടി ഇടപാടുകൾ നടത്തി തീർത്തിരുന്നു. ഇനി ആ കുടുംബത്തിന് എന്താ വിഷമമുണ്ടെങ്കിലും പാർട്ടി ഏറ്റെടുത്ത് ചെയ്യും. അതിനും വിഷമമില്ല. പക്ഷെ ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ? 2 ജീവനുകൾ കൊടുക്കേണ്ടി വന്നോ എന്നതാണ് ചോദ്യം. എന്താകാനാ? ചെയ്തു കഴിഞ്ഞല്ലോ, എല്ലാം ചെയ്തു കഴിഞ്ഞു. ശരി പത്മജ, എല്ലാം പാർട്ടി ചെയ്തു കഴിഞ്ഞു എന്നാണ് ഗോപിനാഥ് പറയുന്നത്. ശരിയാണോ റഫീഖ്? ഞാൻ തിരിച്ചു വരാം, റഫീഖിലേക്ക് തിരിച്ചു വരാം. പത്മജ, കുടുംബത്തിൻ്റെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ ബാധ്യതകളും പാർട്ടി നിറവേറ്റി എന്നാണ് ഗോപിനാഥ് പറയുന്നത്. ശരിയാണ്? നിറവേറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 65 ലക്ഷത്തിന്റെ ഒക്കെ ഞങ്ങളെ പട്ടയൊക്കെ ഇവിടെ ഉണ്ടാവില്ലായിരുന്നോ? ആ പട്ടയം എവിടെയാണ്? ഇവരുടെ വീടിന്റെ പട്ടയം ഇപ്പോൾ ഇവരുടെ വീട് ജപ്തിയിലാണല്ലോ. ഗോപിനാഥ്, ആ 65 ലക്ഷം 32 ലക്ഷം രൂപ വളർന്ന് 65 ലക്ഷം രൂപയായി. അത് 2013 പാർട്ടിക്ക് വേണ്ടിയുള്ള പണമിടപാടാണ്. അതിലെ 65 ലക്ഷം രൂപയുടെ ലോണിന് ഇവരുടെ വീടിന്റെ പണയം ഇപ്പോൾ ഇരിക്കുന്നത് അർബൻ ബാങ്കിലാണ്. അത് പാർട്ടി എടുത്ത് കൊടുത്തിട്ടില്ല. പാർട്ടി ഇനി എന്തെങ്കിലും കൊടുക്കാണെങ്കിൽ എല്ലാം ചെയ്യുന്നേ. അതിനകത്ത് വേറെ ആളുകൾ അപ്പൊ ചെയ്ത് തീർത്തിട്ടില്ല, ബാക്കി നിൽക്കുന്നു. ബാക്കി നിൽക്കുന്നത് എനിക്കറിയില്ല, ഉണ്ടെങ്കിലെന്നല്ലേ പറഞ്ഞേ. അല്ല, അതാണ് ചോദിച്ചത്. ഒരു DCC സെക്രട്ടറി, ഒരു DCC ട്രഷറർ അത് പാർട്ടിക്ക് വേണ്ടി 32 ലക്ഷം രൂപ ഇങ്ങനെ കടക്കാരനായെന്നും ആ കടം 65 ലക്ഷം രൂപയായെന്നും അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് ഒരു കത്തിൽ എഴുതി വെക്കുന്നു. ആ പണം ഇതുവരെയും പാർട്ടി കൊടുത്ത് തീർത്തിട്ടില്ല. ശരിയല്ലേ? അല്ല, പാർട്ടിക്ക് വേണ്ടിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്ക് പണം നഷ്ടപ്പെട്ട പണം കടമുണ്ടെന്നുള്ള വിവരം മനസ്സിലാക്കി അത് പരിശോധിക്കും. പാർട്ടിക്ക് വേണ്ടി ചെലവാക്കിയതാണെന്ന് പരിശോധിക്കും. പക്ഷേ അത് പരിശോധിക്കുന്നത് മരണത്തിന് ശേഷമാണോ ഗോപിനാഥ്?
അതിനൊന്നും മരണത്തിന് ശേഷം നേട്ടമാണെന്ന് ചോദിച്ചാൽ പുള്ളി അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ നടത്താനായിട്ട് പൈസ മുടക്കി. അത് പാർട്ടിക്ക് വേണ്ടി ചെയ്താണ്, പുള്ളിയുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തല്ലേ. അതിനുവേണ്ടി പൈസ എടുത്തിട്ടുണ്ടാവും. അല്ലല്ല, കുടുംബത്തിന്റെ കാര്യമല്ല. അതല്ല ഈ പത്മജ, ഇത് ഭാര്യയ്ക്ക് വേണ്ടിയാണോ ഈ പണം എടുത്തത് മുഴുവൻ? അതെ, 2-3 കാര്യങ്ങളുണ്ട്. അവിടെ മെഡിക്കൽ സ്റ്റോർ നടത്താനായിട്ട് പണം മുടക്കിയിട്ടുണ്ട്. ഈ പത്മജയുടെ സ്റ്റിച്ചിങ് സെന്ററിന് വേണ്ടി പണം എടുത്തിട്ടുണ്ട്. ഇതിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി എന്താ ചെലവാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി വിജയന് വേണ്ടി എന്തും ചെയ്യാനും താല്പര്യമുള്ളതാ പാർട്ടി. പാർട്ടിയെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഒരു നിമിഷം വഴങ്ങണം. ഒന്ന് പത്മജ പറയുന്നത് കേൾക്കാം. പത്മജ പറയൂ. അല്ല, ഇപ്പം ഗോപിനാഥ മാഷ് പറഞ്ഞതുപോലെ എന്താണ്, നമ്മുടെ അച്ഛൻ ബാങ്കിൽ മെഡിക്കൽ ഷോപ്പിന് എടുത്തു എന്ന് പറഞ്ഞല്ലോ. അതിന് വ്യക്തമായിട്ട് IOB എന്ന് പറഞ്ഞ ബാങ്കിൽ 10 ലക്ഷത്തിൻ്റെ ഓടിയാണ് അച്ഛൻ എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അത് ഞങ്ങളെ പേഴ്സണൽ കാര്യമാണ്. 10 ലക്ഷം രൂപയുടെ ഓടി എടുത്തിട്ടുണ്ട് IOB എന്ന് പറഞ്ഞ ബാങ്കിൽ. പിന്നെ എൻ്റെ സ്റ്റിച്ചിങ് സെൻറ്ററിനൊന്നും അച്ഛൻ ക്യാഷായിട്ട് അത്ര ഭീമമായ തുകയൊന്നും എനിക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ 32 ലക്ഷം രൂപയിൽ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച പണമുണ്ട് എന്ന് തന്നെയാണ് പത്മജ നിങ്ങൾ ഇപ്പോഴും കരുതുന്നത്? നിയമനവുമായി ബന്ധപ്പെട്ട് ചെക്കുകൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഈ കത്തിൽ പറയുന്നുണ്ടല്ലോ. ഇത് Debate with Dr. Arun Kumar.